എല്ലാവർക്കും SSC RRB മലയാളത്തിന്റെ RRB NTPC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NTPC പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അറ്റ് വിത്ത് എ തെർമോഡൈനാമിക് സിസ്റ്റം ഹാസ് ദ ലോവസ്റ്റ് എനർജി ഓൺ ദ സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിൽ? എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിലിലും അബ്സല്യൂട്ട് സീറോയുടെ വാല്യൂ എത്രയാണെന്നാണ്. എന്താണ് ഈ അബ്സല്യൂട്ട് സീറോ? നമ്മൾ സാധാരണ ഒരു വസ്തുവിന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ വസ്തു ചൂടാവും, അതുപോലെ തന്നെ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ. പക്ഷേ അവിടെ കണ്ടീഷനുണ്ട്. എന്തായിരിക്കണം? മോളിക്യൂൾസ് സ്റ്റേഷനറി ആയിരിക്കണം, മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ വസ്തു ചൂടാവാനും പാടില്ല. അപ്പം അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചറിനെയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അപ്പം അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കൊടുക്കാൻ പറ്റിയ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ആണ്. കണ്ടീഷൻ എന്താണ്? നമ്മൾ ആ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ആ വസ്തു ചൂടാവാനും പാടില്ല, അതുപോലെ തന്നെ അതിൻ്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ പാടില്ല, സ്റ്റേഷനറി ആയിരിക്കണം. അങ്ങനെയുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ആ അബ്സല്യൂട്ട് സീറോയുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. -273.15 ഡിഗ്രി സെൽഷ്യസ്, -200.15 ഡിഗ്രി സെൽഷ്യസ്, -220.15 ഡിഗ്രി സെൽഷ്യസ്, -173.15 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ് അബ്സല്യൂട്ട് സീറോയുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ? അത് -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഓർത്തു വെക്കുക, അബ്സല്യൂട്ട് സീറോയുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഈ അബ്സല്യൂട്ട് സീറോയുടെ ഫാരൻഹീറ്റ് സ്കെയിലിലെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എത്രയാണ്? അത് -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് സീറോയുടെ ഫാരൻഹീറ്റ് സ്കെയിലിലെ വാല്യൂ എത്രയാണ്? -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. അത് റൗണ്ട് ചെയ്ത് 460 -460 ഫാരൻഹീറ്റ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദ്യം വരുമ്പോൾ ഓപ്ഷനകത്തിൽ -459.67 ഫാരൻഹീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അല്ല, -460 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെങ്കിൽ അത് എഴുതുക. അപ്പോൾ അബ്സല്യൂട്ട് സീറോ എന്താണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്താണ് ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ ആയിരിക്കണം. അതുപോലെ തന്നെ ആ വസ്തു എന്താണ്? ചൂടാവാനും പാടില്ല, അതിൻ്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ പാടില്ല, സ്റ്റേഷനറി ആയിരിക്കണം. അങ്ങനെയുള്ള ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് സീറോയുടെ ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. അത് ഫാരൻഹീറ്റ് സ്കെയിലിൽ വരുമ്പോൾ -459.67 ഡിഗ്രി ഫാരൻഹീറ്റ്. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് എക്സാമ്പിൾ താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? റീകോയിൽ ഓഫ് എ ഗൺ, സ്വിമ്മിംഗ്, മോഷൻ ഓഫ് റോക്കറ്റ്, ഓൾ ഓഫ് ദ എബോവ്. റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിയുമ്പം, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ കൈ ജസ്റ്റ് പുറകിലേക്കൊന്നാവും. അതായത് ആ ഫോഴ്സിൽ നമ്മുടെ കൈ പുറകിലേക്കൊന്നാകും. അതാണെന്ത്? റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി സ്വിമ്മിങ് നമ്മൾ സ്വിം ചെയ്യുമ്പോൾ, നീന്തുമ്പം, അതായത് വെള്ളത്തെ നമ്മൾ പിറകിലേക്ക് തള്ളി മാറ്റുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ റോക്കറ്റിൻ്റെ മോഷൻ ആയാലോ, അതെങ്ങനെയാണ്? നമ്മൾ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്നത് വാർത്തകളിലും TV കളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. താഴെ ഫയർ താഴേക്ക് വരുമ്പോൾ ഇത് മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താണ്? എല്ലാ ആക്ഷൻ്റെയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ്. റീകോയിൽ ഓഫ് എ ഗണ്ണും തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ്. സ്വിം ചെയ്യുന്നതും തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ്. കാരണം നമ്മൾ വെള്ളത്തെ പിറകിലേക്ക് തള്ളി വിടുമ്പോഴല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ റിയാക്ഷൻ നടക്കുന്നത്. ആക്ഷൻ പിറകിലേക്കും റിയാക്ഷൻ എങ്ങോട്ടാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുമാണ് നടക്കുന്നത്. നമ്മൾ ഗണ്ണ് ഷൂട്ട് ചെയ്യുമ്പം ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു, നമ്മുടെ കൈ പിറകിലേക്ക് വരുന്നു. അതുപോലെ തന്നെ റോക്കറ്റിൻ്റെ മോഷനും അത് തന്നെയാണ്. എന്താ? ആ ഫയർ താഴേക്ക് വരുന്നു, റോക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ആ റിയാക്ഷൻ എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ആക്ഷൻ താഴോട്ടുള്ള ഡയറക്ഷനിലാണെങ്കിൽ റിയാക്ഷൻ മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം എഴുതി വെച്ചോണം. ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓൾ ഓഫ് ദ എബോവ് ആണ്. വാട്ട് ഈസ് ദ പവർ ഓഫ് കോൺകേവ് ലെൻസ്? കോൺകേവ് ലെൻസിൻ്റെ പവർ എന്താണ്? പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, സീറോ ആണോ, അതോ ഇവ ഒന്നുമല്ലേ? കോൺകേവ് ലെൻസിൻ്റെ പവർ എന്താണ്? നോട്ട് ചെയ്ത് വെച്ചോ. കോൺകേവ് ലെൻസിൻ്റെ പവർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസിൻ്റെ പവർ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പവർ എന്തായിരിക്കും? അത് പോസിറ്റീവ് ആണ്. ഇനി പ്ലെയിൻ മിററിൻ്റെ പവർ എന്താണ്? പ്ലെയിൻ മിററിന് പവർ ഉണ്ടോ? ഇല്ല, അത് സീറോ ആയിരിക്കും. അപ്പോൾ നോട്ട് ചെയ്തോ. കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ്, കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ്, പ്ലെയിൻ മിററിൻ്റെ പവർ സീറോ. അപ്പം നെഗറ്റീവ് ഏത് ലെൻസിൻ്റെ പവറാണ്?
കോൺകേവ് ലെൻസിൻ്റെ പവറാണ്. പോസിറ്റീവ് കോൺവെക്സ് ലെൻസ്, സീറോ പ്ലെയിൻ മിറർ. The temperature at which both Fahrenheit and centigrade scale having the same value is. സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും സെയിം വാല്യൂ കാണിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ അബ്സല്യൂട്ട് സീറോയുടെ കാര്യം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചതാണ് -273.15 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ -459.67 ഡിഗ്രി ഫാരൻഹീറ്റും ആയിരുന്നു. രണ്ടും എന്താണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ തന്നെയാണ്. പക്ഷേ ഫാരൻഹീറ്റ് വന്നപ്പോഴും ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോഴും വാല്യൂസ് മാറി. പക്ഷേ അങ്ങനെ വാല്യൂ മാറാത്ത ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. -20 ഡിഗ്രി, -45 ഡിഗ്രി, 0 ഡിഗ്രി, -40 ഡിഗ്രി. അപ്പം ഡിഗ്രി സെൽഷ്യസ് അല്ലെ സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ വാല്യൂ തരുന്ന ടെമ്പറേച്ചർ എത്രയാണ്? അത് -40 ഡിഗ്രിയാണ്. അതായത് -40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാലും -40 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പം ഏത് ടെമ്പറേച്ചറിലാണ് നമുക്ക് സെൻറ്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ വാല്യൂ കാണിക്കുന്നത്? ഇത് പ്രീവിയസ് ഇയറിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. അപ്പം എത്ര ഡിഗ്രിയിലാണ് ഫാരൻഹീറ്റ് സ്കെയിലും സെൻറ്റിഗ്രേഡ് സ്കെയിലും സെയിം വാല്യൂ കാണിക്കുന്നത്? -40 ഡിഗ്രിയാണ്. -40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറഞ്ഞാലും -40 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഈക്വൽ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്? താഴെ പറയുന്നവയിൽ ഏതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റിയെക്കുറിച്ചും പറയണം. എന്താണ് ഈ സ്കെയിലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും? രണ്ടും എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതേസമയം വെക്റ്റർ ക്വാണ്ടിറ്റിക്കോ ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് എന്താണ് ഇല്ലാത്തത്? ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിക്കോ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാസിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. വോളിയത്തിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. സ്പീഡിനും ഡയറക്ഷൻ ഇല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് മൂന്നും സ്കെയിലാർ ആണ്. അപ്പോൾ ഇത് മൂന്നും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. അപ്പം നമുക്കിനി വെക്റ്റർ ക്വാണ്ടിറ്റീസിന് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ? ഏതൊക്കെയായിരിക്കും വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾ? അത് ആക്സിലറേഷൻ, വെലോസിറ്റി, ഫോഴ്സ്, മൊമെൻറ്റം, ഇതൊക്കെയാണ്. അപ്പം സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മാസ്, വോളിയം, സ്പീഡ്, എക്സെട്ര. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളോ? മൊമെൻറ്റം, ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ. നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒക്കെ നല്ല രീതിയിൽ എഴുതി വെച്ച് പഠിച്ചോണം. ഏതാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. ചിലപ്പം 3 വെക്റ്ററും ഒരു സ്കെയിലാറും തന്നിട്ട് ഇതിലേതാണ് ഓഡ് വൺ ഔട്ട്, അല്ലെങ്കിൽ ഇതിലേതാണ് സ്കെയിലാർ, ഏതാണ് വെക്റ്റർ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഓപ്ഷൻസ് എല്ലാം, ഈ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. സ്കെയിലാർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മാസ്, വോളിയം, സ്പീഡ്. വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? മൊമെൻറ്റം, ഫോഴ്സ്, ആക്സിലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, എക്സെട്ര. What is the period of revolution of satellite revolving near the surface of the earth? ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിന്റെ പീരീഡ് എത്രയാണ്? എത്ര സമയം കൊണ്ടാണ് അതൊരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 hour 24 minutes, 1 hour, 2 hour 24 minutes, 3 hour 24 minutes. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിനടുത്ത് റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിന്റെ പീരീഡ് എത്രയാണ്? അത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour 24.7 minutes ആണ്. നമുക്ക് ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ഇവിടെ ഓപ്ഷനിൽ എത്രയാണ് അതിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ വന്നിരിക്കുന്നത്? 1 hour 24 minutes ആണ്. അപ്പം ഭൂമിയുടെ ഉപരിതലത്തിന് അടുത്തായിട്ട് റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിന്റെ പീരീഡ് എത്രയാണ്? 1 hour 24 minutes ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെക്റ്റർ ക്വാണ്ടിറ്റി? താഴെ പറയുന്നവയിൽ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ്? നമ്മൾ കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം, കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അതിന് രണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ടാവും. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മൊമെൻറ്റം നമ്മൾ മുമ്പ് വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ എക്സാമ്പിളായിട്ട് പറഞ്ഞതല്ലേ. അപ്പോൾ മൊമെൻറ്റം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെൻറ്റത്തിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. പവറിനും എന്താണ്? ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ടെമ്പറേച്ചറിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ടെമ്പറേച്ചറിന് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ടെമ്പറേച്ചർ എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷൻ നമ്മൾ നേരത്തെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലാത്തത്, അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത് ഏതാണ്? അത് സി, ടെമ്പറേച്ചർ ആണ്. എയർ മൂവ്സ് ഫ്രം ദ റീജിയൻ വെയർ ദ എയർ ഡാഷ്. അതായത് എയർ മൂവ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? മൂവ്മെന്റ് ഓഫ് എയറിനെ നമ്മൾ എന്താണ് പറയുന്നത്?
മൂവ്മെന്റ് ഓഫ് എയർ എന്താണ്? അത് വിൻഡ് ആണ്, കാറ്റെന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം ഈ എയർ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ്റ് എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത് എന്നാണ് ചുരുക്കം പറഞ്ഞ ഈ ചോദ്യത്തിന്റെ അർത്ഥം. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഹ്യൂമിഡിറ്റി ഈസ് ഹൈ ടു ദ റീജിയൻ വെയർ ഹ്യൂമിഡിറ്റി ഈസ് ലോ. അതായത് ഹ്യൂമിഡിറ്റി ആർദ്രത കൂടിയ സ്ഥലത്ത് നിന്നും ഹ്യൂമിഡിറ്റി കുറഞ്ഞ സ്ഥലത്തേക്ക്. അതുപോലെ തന്നെ പ്രഷർ ഈസ് ലോ ടു ദ റീജിയൻ വെയർ ദ പ്രഷർ ഈസ് ഹൈ. അതായത് ഒരു ലോ പ്രഷർ റീജിയനിൽ നിന്നും ഹൈ പ്രഷർ റീജിയനിലേക്കാണോ? പ്രഷർ ഈസ് ഹൈ ടു ദ റീജിയൻ വെയർ ദ പ്രഷർ ഈസ് ലോ. ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കാണോ? എന്താണ്? ലോ ഹ്യൂമിഡിറ്റി റീജിയനിൽ നിന്നും ഹൈ ഹ്യൂമിഡിറ്റി റീജിയനിലേക്കാണോ? എവിടെ നിന്ന് എവിടേക്കാണ് എയറിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ വിൻഡ് എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? അത് ഹൈ പ്രഷറുള്ള ഒരു റീജിയനിൽ നിന്നും ലോ പ്രഷറുള്ള ഒരു റീജിയനിലേക്കായിരിക്കും പോകുന്നത്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. എയർ മൂവ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്? ഒരു ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്കാണ് എയർ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എയർ മൂവ് ചെയ്യുന്നത് പ്രഷർ കൂടിയ ഒരു സ്ഥലത്ത് നിന്നും പ്രഷർ കുറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഡിവൈസ് യൂസ് ടു മെഷർ ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക് ഈസ് ഡാഷ്. അതായത് പാലിന്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? എ കാരറ്റ് മീറ്റർ, ബി TDS മീറ്റർ, സി ഹൈഡ്രോമീറ്റർ, ഡി ലാക്ടോമീറ്റർ. അപ്പോൾ പാലിന്റെ പ്യൂരിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? നമ്മൾ പാലുമായിട്ട് ബന്ധപ്പെട്ട് പലയിടത്തും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലാക്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിന്റെ പ്യൂരിറ്റി അളക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഏത്? ലാക്ടോമീറ്റർ. അപ്പോൾ പാലിന്റെ പ്യൂരിറ്റി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? അത് ലാക്ടോമീറ്റർ ആണ്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാം. എ കാരറ്റ് മീറ്റർ. ഈ കാരറ്റ് മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? നമ്മൾ കേട്ടിട്ടുണ്ട് 22 കാരറ്റ് ഗോൾഡ് എന്നൊക്കെ. അപ്പം അതെന്താണ്? ഗോൾഡിന്റെ പ്യൂരിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ്. അങ്ങനെയെങ്കിൽ ഈ കാരറ്റ് മീറ്റർ എന്താണ്? ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? കാരറ്റ് മീറ്റർ. ഇനി കാരറ്റ് മീറ്ററിനകത്ത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത്? അത് എക്സ്റേസ് യൂസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? കാരറ്റ് മീറ്റർ. കാരറ്റ് മീറ്ററിൽ എക്സ്റേസ് യൂസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി എന്താണ് TDS മീറ്റർ? TDSന്റെ ഫുൾ ഫോം എന്താണ്? ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. അതായത് ഒരു സൊല്യൂഷനകത്തിലെ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? TDS മീറ്റർ. ഈ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിനകത്ത് ഈ സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണേലും ആകാം. അത് സോൾട്സ് ആവാം, അയോൺസ് ആവാം, മിനറൽസ് ആവാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോൾസിൻ്റെയും അതുപോലെ തന്നെ അയോൺസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ മെഷർമെൻറ്റ് നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്? TDS മീറ്റർ. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. അതാണ് TDSന്റെ ഫുൾ ഫോം. ഇനി ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് ലിക്വിഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഏത്? ഹൈഡ്രോമീറ്റർ. അപ്പോൾ ഹൈഡ്രോ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് ലിക്വിഡ് വാട്ടർ എന്നുള്ളത്. അപ്പം ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ലിക്വിഡ്സിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഏത്? ഹൈഡ്രോമീറ്റർ. അപ്പം ലാക്ടോമീറ്റർ എന്താണ്? പ്യൂരിറ്റി ഓഫ് എ മിൽക്കിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ലാക്ടോമീറ്റർ ആണ്. ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ലിക്വിഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി. TDS മീറ്റർ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? അത് ഒരു സൊല്യൂഷനകത്തെ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഏത്? TDS മീറ്റർ. ഇനി കാരറ്റ് മീറ്ററോ? ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് കാരറ്റ് മീറ്റർ. കാരറ്റ് മീറ്ററിനകത്ത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത്? അത് എക്സ്റേസ് യൂസ് ചെയ്തിട്ടാണ് കാരറ്റ് മീറ്ററിൽ ഗോൾഡിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മിനിമം അറ്റ് ഡാഷ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം ആയിട്ടുള്ളത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നമ്മുടെ ഗ്രാവിറ്റിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ഗെയിൻ ചെയ്യുന്ന ആക്സിലറേഷനെയാണ് എന്ത് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി, അതായത് ഇപ്പോൾ ഒരു തെങ്ങിൽ നിന്നൊരു തേങ്ങ താഴേക്ക് വീഴുന്നു അല്ലെങ്കിൽ മാവിൽ നിന്നൊരു മാങ്ങ താഴേക്ക് വീഴുന്നു. നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്തിട്ടാണോ അത് വീഴുന്നത്? അല്ല, അത് തനിയെ താഴേക്ക് വീഴുന്നതാണ്. അവിടെ വേറെ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അത് താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്? അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആക്സിലറേഷനാണ്. അങ്ങനെയുള്ള ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മിനിമം നമുക്ക് അനുഭവപ്പെടുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോൾസ്, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ. അപ്പം എവിടെയാണ് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് മിനിമമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അത് ഇക്വേറ്ററിലാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. പഠിച്ചോണം, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. എഴുതി വെച്ച് നോട്ട് ചെയ്ത് പഠിച്ചോണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മിനിമം അറ്റ് ഇക്വേറ്റർ. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് മാക്സിമം അറ്റ്. ആക്സലറേഷൻ ഡ്യൂ ടു ഏറ്റവും മാക്സിമം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അനുഭവപ്പെടുന്നത് എവിടെയാണ്? അത് പോൾസിലാണ്. Acceleration due to gravity is minimum at equator and acceleration due to gravity is maximum at poles.
ഇനിയും 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും. എന്താണത്? നമ്മുടെ 23½ നോർത്ത് ലാറ്റിറ്റ്യൂഡ്, അതായത് നമ്മുടെ എർത്തിൻ്റെ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സുമായിട്ടുള്ള ഇമാജിനറി ലൈൻസ് വെച്ച് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടേക്കുവാണെന്ന് നമുക്കറിയാമല്ലോ. ശരിക്കും അങ്ങനെ ലൈൻസ് ഇല്ല, അത് ഇമാജിനറി ലൈൻസ് ആണ്. നമുക്ക് ഇത് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഓരോ സോൺസ് മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇമാജിനറി ലൈൻസ് ആണ് ഈ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് നോർത്ത് പോൾ, അതായത് ഇക്വേറ്ററിന് മുകളിലുള്ളതിനെയാണ് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും അതുപോലെ തന്നെ ഇക്വേറ്ററിന് താഴെയുള്ളതിനെയാണ് നമ്മൾ സതേൺ ഹെമിസ്ഫിയർ എന്നും പറയുന്നത്. എന്താണ് ഇക്വേറ്റർ? ഇക്വേറ്റർ എന്ന് പറയുന്നത് 0° ലാറ്റിറ്റ്യൂഡ് ആണ്. അതായത് എർത്തിൻ്റെ സെൻട്രൽ പോർഷനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ശരിക്കും ഇക്വേറ്റർ എന്ന് പറയുന്ന ഒരു ലൈൻ ഇല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമാജിനറി ലൈനാണ്. അപ്പം 0° ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇക്വേറ്ററിന് മുകളിലോട്ടുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും താഴേക്കുള്ളത് സതേൺ ഹെമിസ്ഫിയറുമാണ്. അപ്പം ഈ 23½ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 23½ സൗത്തിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡാണ് നമ്മൾ എന്ത് പറയും? അതിനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയും. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ്? 23½ നോർത്ത് ലാറ്റിറ്റ്യൂഡാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണോ 23½ സൗത്ത് ലാറ്റിറ്റ്യൂഡാണ്. ഇനി അതുപോലെ തന്നെ 66½ നോർത്ത് ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആർട്ടിക് സർക്കിൾ. 66½ നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആർട്ടിക് സർക്കിൾ, 66½ സൗത്ത് ലാറ്റിറ്റ്യൂഡ് നമ്മൾ അന്റാർട്ടിക് സർക്കിൾ എന്ന് വിളിക്കും. ഈ 90° നോർത്ത് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ 90° നോർത്ത് കിടക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അത് നോർത്ത് പോളാണ്. 90° സൗത്ത് വരുമ്പം അത് സൗത്ത് പോളാണ്. അപ്പം 0° ലാറ്റിറ്റ്യൂഡ് എന്താണ്? ഇക്വേറ്റർ ആണ്. 23½ നോർത്ത് ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23½ സൗത്ത് ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. അതുപോലെ തന്നെ 66½ നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആർട്ടിക് സർക്കിൾ, 66½ സൗത്ത് ലാറ്റിറ്റ്യൂഡ് അന്റാർട്ടിക് സർക്കിൾ. 90° വരുമ്പോൾ നോർത്തിൽ വരുമ്പോൾ നോർത്ത് പോൾ, 90° സൗത്ത് സൗത്ത് പോൾ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മിനിമം ആയിട്ടുള്ളത് എവിടെയാണ്? ഇക്വേറ്ററിലാണ്. ഏറ്റവും മാക്സിമം ആയിട്ടുള്ളത് പോൾസിലാണ്. ഇനി ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ സ്മോൾ ലെറ്റർ G, ഇംഗ്ലീഷ് ആൽഫബറ്റ് സ്മോൾ ലെറ്റർ G കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ എത്രയാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 9.8 m/s² ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s². ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മിനിമം എവിടെയാണ്? ഇക്വേറ്ററിലാണ്. മാക്സിമം എവിടെയാണ്? പോൾസിലാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്രയാണ്? 9.8 m/s² ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നറ്റ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി, ഒരു കാന്തത്തിന്റെ പ്രോപ്പർട്ടി? എ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് മെറ്റീരിയൽ ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. എന്താണ്? ഒരു കാന്തം മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ശരിയല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അത് കാന്തത്തിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന്. അപ്പം അത് ശരിയാണ്. എ മാഗ്നറ്റ് വിത്ത് എ സിംഗിൾ പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതായത് സിംഗിൾ പോളുള്ള ഒരു മാഗ്നറ്റ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സിംഗിൾ പോളായിട്ടുള്ള ഒരു മാഗ്നറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അപ്പം നമ്മുടെ ഭൂമിക്കുള്ളതുപോലെ തന്നെ ഒരു മാഗ്നറ്റിനും എന്തുണ്ട്? നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. അപ്പം അതിൻ്റെ ഇടത് കൈയുടെ വശത്ത് അതിൻ്റെ നോർത്ത് പോളും വലത് കൈയുടെ വശത്ത് സൗത്ത് പോളും ആണെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ നടുക്ക് വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ആ നോർത്ത് പോളുള്ള വശം ഇടതുവശത്തേക്ക് മാറ്റി വെക്കുകയാണ്, സൗത്ത് പോളുള്ള വശം വലതുവശത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പം എൻ്റെ ഇടതുവശത്തിരിക്കുന്ന ആ ഒരു മാഗ്നറ്റിന് നോർത്ത് പോൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വലതുവശത്തിരിക്കുന്ന ആ മാഗ്നറ്റിന് സൗത്ത് പോൾ മാത്രമേ ഉള്ളൂ. കാരണം ഞാനതിനെ മുറിച്ചില്ലേ? ആ ഒരു പോൾ മാത്രമേ ഉള്ളൂ? അല്ല. അപ്പം ഞാനതിനെ മുറിച്ച് ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് എവിടെ വെച്ചാണോ മുറിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഒരു പോള് രൂപപ്പെടും. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നോർത്ത് പോൾ ആണെങ്കിൽ ആ മുറിച്ച വശത്ത് എന്ത് രൂപപ്പെടും? സൗത്ത് പോൾ രൂപപ്പെടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ സൗത്ത് പോൾ ആണെങ്കിൽ ആ മുറിച്ച വശത്ത് എന്താണ് രൂപപ്പെടുന്നത്? നോർത്ത് പോൾ രൂപപ്പെടും. ഒരിക്കലും ഒരു മാഗ്നറ്റ് സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ എത്ര ചെറുതാക്കി മുറിച്ചാലും എന്താണ്? അതിന് നോർത്ത് പോളും കാണും, സൗത്ത് പോളും കാണും. അപ്പം മാഗ്നറ്റ് ഒരിക്കലും ഒരു സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം രണ്ടാമത്തെ ഓപ്ഷനും എന്താണ്? ശരിയാണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. എന്താണ് അൺലൈക്ക് പോൾസ്? അൺലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് പോൾ, സൗത്ത് പോൾ. ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോളും. അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയായ പ്രോപ്പർട്ടിയാണ്. ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഒരേപോലെയുള്ള പോളുകൾ എന്ത് ചെയ്യും? വികർഷിക്കും, അത് റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ അൺലൈക്ക് പോൾസ് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നോർത്ത് പോളോടെ ഒരു കാന്തത്തിന്റെ നോർത്ത് പോളും മറ്റൊരു കാന്തത്തിന്റെ നോർത്ത് പോളും കൂടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുമോ? ഇല്ല. അത് റിപ്പൽ ചെയ്യും, വികർഷിച്ച് പോവുകയും ചെയ്യും. അതേസമയം ഒരു കാന്തത്തിന്റെ നോർത്ത് പോളും മറ്റേ കാന്തത്തിന്റെ സൗത്ത് പോളും കൂടെയാണ് കൊണ്ടിരുന്നെങ്കിലോ അത്
അട്രാക്ട് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മൂന്നും എന്താണ്? കാന്തത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഓൾ ഓഫ് ദ എബവ് ആണ്. ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത്? എ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് മെറ്റീരിയൽ ടുവേർഡ്സ് ഇറ്റ് സെൽഫ്. എന്താണ്? ഒരു കാന്തം മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ മാഗ്നറ്റ് വിത്ത് എ സിംഗിൾ പോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. എന്താണ്? സിംഗിൾ പോളുള്ള ഒരു മാഗ്നറ്റ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഒരു മാഗ്നറ്റിന് എപ്പോഴും എന്താണ്? 2 പോളുകൾ കാണും. നോർത്ത് പോളും സൗത്ത് പോളും കാണും. ഇനി അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ. ഒരേപോലെയുള്ള പോളുകൾ റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് പോളുകൾസ് ഒരുപോലെ അല്ലാത്ത പോളുകൾ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതായത് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്യും. നോർത്ത് പോളും നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോളും തമ്മിൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യുകയും ചെയ്യും. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോയുമായി അടുത്തൊരു സെഷനിൽ കാണാം.